ഹലോ, എല്ലാവർക്കും സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോണിൻ്റെ ബാക്കിയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവസാനം മിറർ ഓഫ് ഇറൈസ്ഡ് ഹാരി കാണുന്നതും ഡംബിൾഡോർ അവനെ അതിൻ്റെ മറുവശങ്ങൾ ബോധ്യപ്പെടുത്തുന്നതും ആ കണ്ണാടി അവിടെ നിന്ന് മാറ്റുമെന്ന് അവനെ അറിയിക്കുന്നതുമൊക്കെയാണ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ ശ്രദ്ധിക്കണേ. Without further ado, let's jump into the story. Chapter 13, Nicholas Flamel. Mirror of Erased ഇനി അന്വേഷിക്കരുതെന്ന് ഡംബിൾഡോർ ഹാരിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ക്രിസ്മസ് അവധിക്കാലം മുഴുവൻ അദൃശ്യപുതപ്പ് അവന്റെ പെട്ടിയുടെ അടിയിൽ മയങ്ങി. കണ്ണാടിയിൽ കണ്ടത് എളുപ്പത്തിൽ മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഹാരി ആഗ്രഹിച്ചു. പക്ഷേ അവന് കഴിഞ്ഞില്ല. അവൻ പേടി സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ക്രൂരമായ ഒരു ചിരിയും പച്ച വെളിച്ചത്തിൽ തന്റെ മാതാപിതാക്കൾ അപ്രത്യക്ഷരാകുന്നതും അവൻ വീണ്ടും വീണ്ടും സ്വപ്നം കണ്ടു. കണ്ടോ, ഡംബിൾഡോർ പറഞ്ഞത് എത്ര ശരിയാണ്. ആ കണ്ണാടി നിങ്ങളെ ഭ്രാന്തനാക്കുമെന്ന്. ഹാരി ഈ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ റോൺ വാദിച്ചു. ടേം തുടങ്ങുന്നതിന് തലേ ദിവസം തിരിച്ചെത്തിയ ഹെർമിയോണി പക്ഷേ കാര്യങ്ങൾ കണ്ടത് മറ്റൊരു രീതിയിലായിരുന്നു. ഹാരി തുടർച്ചയായ 3 രാത്രികൾ എഴുന്നേറ്റ് സ്കൂളിൽ ചുറ്റി നടന്നത് അവളെ ഭയപ്പെടുത്തി. നിക്കോളാസ് ഫ്ലമേൽ ആരാണെന്ന് അവൻ കണ്ടെത്താത്തത് അവളെ നിരാശയാക്കി. ഹാരി ആ പേര് എവിടെയോ വായിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴും അവന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ലൈബ്രറി പുസ്തകത്തിൽ ഫ്ലമേലിനെ കണ്ടെത്താമെന്ന പ്രതീക്ഷ അവർ ഏതാണ്ട് ഉപേക്ഷിച്ചു. ടേം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇടവേളകളിൽ അവർ 10 മിനിറ്റ് പുസ്തകങ്ങൾ പരിശോധിക്കാൻ നീക്കിവെച്ചു. ഹാരിക്ക് മറ്റു 2 പേരെ അപേക്ഷിച്ച് കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ക്വിഡിച്ച് പ്രാക്ടീസ് വീണ്ടും ആരംഭിച്ചിരുന്നു. ഒലിവർ വുഡ് ടീമിനായി മുമ്പത്തെക്കാളും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നു. മഞ്ഞിന് പകരം പെയ്ത അനന്തമായ മഴയ്ക്ക് പോലും അവന്റെ ആവേശം കെടുത്താൻ കഴിഞ്ഞില്ല. വുഡ് ഒരു ഭ്രാന്തനായി മാറുകയാണെന്ന് വീസ്ലികൾ പരാതിപ്പെട്ടു. പക്ഷേ ഹാരി വുഡിന്റെ പക്ഷത്തായിരുന്നു. ഹഫിൾ പഫിനെതിരായ അടുത്ത മത്സരത്തിൽ അവർ വിജയിച്ചാൽ 7 വർഷത്തിനിടെ ആദ്യമായി ഹൗസ് ചാമ്പ്യൻഷിപ്പിൽ സ്ലിതറിനെ മറികടക്കാൻ അവർക്ക് കഴിയും. വിജയിക്കണമെന്ന ആഗ്രഹത്തിന് പുറമെ പരിശീലനത്തിന് ശേഷം ക്ഷീണിതനായി ഉറങ്ങുമ്പോൾ തനിക്ക് പേടി സ്വപ്നങ്ങൾ കുറവാണെന്ന് ഹാരിക്ക് മനസ്സിലായി. ഒരിക്കൽ നനഞ്ഞ ചെളിയിൽ പൂണ്ട ഒരു പരിശീലന സെഷനിടെ വുഡ് ടീമിനെ ഒരു ദുഃഖവാർത്ത അറിയിച്ചു. പരസ്പരം ഡൈവ് ബോംബിംഗ് നടത്തുകയും ചൂലിൽ നിന്ന് വീഴുന്നതായി നടിക്കുകയും ചെയ്ത വീസ്ലികളോട് ദേഷ്യപ്പെടുകയായിരുന്നു അവൻ. നിങ്ങൾക്ക് മര്യാദക്ക് കളിക്കാൻ കഴിയില്ലേ? അവൻ ചീറി. ഇങ്ങനെ പോയാൽ നമ്മൾ തോൽക്കും. ഇത്തവണ സ്നേപ്പാണ് റഫറി. ഗ്രിഫിൻഡോറിൽ നിന്ന് പോയിന്റുകൾ എടുക്കാൻ നോക്കിയിരിക്കുകയാകും അയാൾ. ഈ വാക്കുകൾ കേട്ടപ്പോൾ ജോർജ് വീസ്ലി ശരിക്കും ചൂലിൽ നിന്ന് വീണു. സ്നേപ്പ്? അവന്റെ വായ നിറയെ ചെളിയായിരുന്നു. അയാൾ എപ്പോഴെങ്കിലും ക്വിഡിച്ച് മത്സരത്തിന് റഫറി ആയിട്ടുണ്ടോ? നമ്മൾ സ്ലിതറിനെ മറികടക്കുന്നുവെന്ന് തോന്നിയാൽ അയാൾ അത് നിർത്തലാക്കും. ടീമിലെ മറ്റുള്ളവരും പരാതി പറയാനെത്തി. അതെന്റെ കാര്യമല്ല. വുഡ് കൈയൊഴിഞ്ഞു. നമ്മൾ നന്നായി കളിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അപ്പോൾ സ്നേപ്പിന് നമ്മളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എല്ലാം ശരി തന്നെ, ഹാരി കരുതി. പക്ഷേ ക്വിഡിച്ച് കളിക്കുമ്പോൾ സ്നേപ്പ് തന്റെ അടുത്തു വരാൻ ആഗ്രഹിക്കാത്തതിന് അവന് മറ്റൊരു കാരണമുണ്ടായിരുന്നു. പരിശീലനത്തിന്റെ അവസാനം ടീമിലെ മറ്റുള്ളവർ പതിവ് പോലെ സംസാരിക്കാൻ നിന്നു. പക്ഷേ ഹാരി ഗ്രിഫിൻഡോർ കോമൺ റൂമിലേക്ക് പോയി. അവിടെ റോണും ഹെർമിയോണിയും ചെസ് കളിക്കുന്നത് കണ്ടു. ഹെർമിയോണി തോൽക്കുന്ന ഒരേ ഒരു കാര്യം ചെസ് മാത്രമായിരുന്നു. എന്നോടിപ്പോൾ ഒന്നും സംസാരിക്കല്ലേ? ഹാരി തന്റെ അടുത്തിരുന്നപ്പോൾ റോൺ മുന്നറിയിപ്പ് നൽകി. എനിക്കൊരു കാര്യം. റോൺ ഹാരിയുടെ മുഖത്തേക്ക് നോക്കി. നിനക്കെന്തു പറ്റി? വല്ലാതെ പേടിച്ച പോലെ. മറ്റാരും കേൾക്കാതിരിക്കാൻ ശബ്ദം താഴ്ത്തി ക്വിഡിച്ച് റഫറിയാകാനുള്ള സ്നേപ്പിന്റെ പെട്ടെന്നുള്ള ദുഷിച്ച ആഗ്രഹത്തെക്കുറിച്ച് ഹാരി മറ്റു 2 പേരോടുമായി പറഞ്ഞു. കളിക്കണ്ട, ഹെർമിയോണി തന്റെ അഭിപ്രായം അറിയിച്ചു. നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞോളൂ, റോൺ ഉപദേശിച്ചു. കാലൊടിഞ്ഞതായി അഭിനയിച്ചാൽ മതി.
ശരിക്കും നിന്റെ കാലൊടിച്ചാലോ? അതൊന്നും നടക്കില്ല. ഹാരി ഉത്കണ്ഠാകുലനായി. ഒരു റിസർവ് സീക്കർ പോലുമില്ല. ഞാൻ പിന്മാറിയാൽ ഗ്രിഫിൻഡോറിന് കളിക്കാൻ പറ്റില്ല. പൊടുന്നനെ നെവിൽ കോമൺ റൂമിലേക്ക് മറിഞ്ഞു വീണു. പോർട്രേറ്റ് ഹാളിലൂടെ അവൻ എങ്ങനെ കയറിയെന്ന് ആർക്കും ഊഹിക്കാൻ പോലും സാധിച്ചില്ല. കാരണം ലെഗ് ലോക്കർ കേഴ്സ് അവന്റെ കാലുകളെ ബന്ധിച്ചിരുന്നു. ഗ്രിഫിൻഡോർ ടവറിലേക്ക് എത്തുന്നതുവരെ അവൻ മുയൽച്ചാട്ടം നടത്തിയിരിക്കണം. എല്ലാവരും പൊട്ടിച്ചിരിച്ചു, ഹെർമിയോനി ഒഴികെ. അവൾ ചാടി എഴുന്നേറ്റ് കൗണ്ടർ കേഴ്സ് നടത്തി. നെവിലിന്റെ കാലുകൾ വിടുവിച്ചു. അവൻ വിറച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്താ പറ്റിയത്? അവനെ ഹാരിയുടെയും റോണിന്റെയും അടുത്തേക്ക് കൊണ്ടുപോയി ഹെർമിയോനി അവനോട് ചോദിച്ചു. മാൽഫോയ്, നെവിൽ വിറയലോടെ പറഞ്ഞു. ലൈബ്രറിക്ക് പുറത്തു വെച്ചാണ് ഞാൻ അവനെ കണ്ടത്. പ്രാക്ടീസ് ചെയ്യാൻ ആരെങ്കിലും അന്വേഷിക്കുകയായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. നീ പ്രൊഫസർ മക്ഗോണഗലിനോട് പോയി പറയൂ, ഹെർമിയോനി നെവിലിനെ പ്രേരിപ്പിച്ചു. അവനെ റിപ്പോർട്ട് ചെയ്യണം. നെവിൽ ഇല്ലെന്ന് തലയാട്ടി. എനിക്ക് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കേണ്ട, അവൻ പിറുപിറുത്തു. നീ അവനെക്കുറിച്ച് പരാതിപ്പെടണം നെവിൽ, റോൺ പറഞ്ഞു. അവന് ആളുകളുടെ തലയിൽ കയറുന്ന സ്വഭാവമുണ്ട് എന്ന് കരുതി തല കുനിച്ച് അത് എളുപ്പമാക്കേണ്ട ഒരു കാര്യവുമില്ല. ഗ്രിഫിൻഡോറിൽ കയറേണ്ട യോഗ്യത എനിക്കില്ലെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മാൽഫോയ് അത് തെളിയിച്ചു, അത്ര തന്നെ. നെവിലിന് ശ്വാസം മുട്ടി. ഹാരി തന്റെ റോബ്സിന്റെ പോക്കറ്റിൽ തൊട്ടുനോക്കി. ഹെർമിയോണി ക്രിസ്മസിന് സമ്മാനിച്ച പെട്ടിയിലെ അവസാനത്തെ ചോക്ലേറ്റ് തവളയെ അതിൽ നിന്ന് പുറത്തെടുത്തു. കരയാൻ പോയ നെവിലിന് അതവൻ കൊടുത്തു. 12 മാൽഫോയ്ക്ക് സമമാണ് നീ, ഹാരി പറഞ്ഞു. സോർട്ടിംഗ് ഹാറ്റ് നിന്നെ ഗ്രിഫിൻഡോറിലേക്ക് തിരഞ്ഞെടുത്തു അല്ലേ? മാൽഫോയ് എവിടെ? ആ അഴുക്ക് സ്ലിതറിനിൽ. തവളയുടെ പൊതി അഴിക്കുമ്പോൾ നെവിലിന്റെ ചുണ്ടുകൾ ദുർബലമായ ഒരു പുഞ്ചിരിയിൽ വിറച്ചു. താങ്ക്സ് ഹാരി. ഞാൻ ഉറങ്ങാൻ പോകുന്നു. നിനക്ക് കാർഡ് വേണോ? നീ അത് ശേഖരിക്കുന്നുണ്ടല്ലോ അല്ലേ? നെവിൽ നടന്നു പോകുമ്പോൾ ഹാരി ഫേമസ് വിസാർഡ് കാർഡിലേക്ക് നോക്കി. വീണ്ടും ഡംബിൾഡോർ, അവൻ പറഞ്ഞു. എനിക്ക് ആദ്യമായി കിട്ടിയതും ഇത്. അവൻ ഞെട്ടി കാർഡിന്റെ പിൻഭാഗത്തേക്ക് സൂക്ഷ്മമായി നോക്കി. പിന്നെ അവൻ റോണിനെയും ഹെർമിയോണിയെയും നോക്കി. എനിക്ക് കിട്ടി, അവൻ മന്ത്രിച്ചു. ഞാൻ ഫ്ലമേലിനെ കണ്ടെത്തി. ഈ പേര് ഞാൻ മുമ്പ് എവിടെയോ വായിച്ചിട്ടുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ഇവിടേക്ക് വരുന്ന ട്രെയിനിൽ വെച്ചാണ് ഞാനത് വായിച്ചത്. നോക്ക്, പ്രൊഫസർ ഡംബിൾഡോർ 1945 ഡാർക്ക് വിസാർഡ് ഗ്രിൻഡൽവാൾഡിനെ പരാജയപ്പെടുത്തിയതിലൂടെയും തന്റെ പങ്കാളിയായ നിക്കോളാസ് ഫ്ലമേലുമായി ചേർന്ന് ആൽക്കമിയിൽ പഠനങ്ങൾ നടത്തിയതിലൂടെയും പ്രശസ്തനാണ്. ഹെർമിയോണി എഴുന്നേറ്റു. ആദ്യത്തെ ഹോംവർക്കിന് മാർക്ക് ലഭിച്ചതിനു ശേഷം അവളെ ഇത്രയും ആവേശഭരിതയായി കണ്ടിരുന്നില്ല. ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് പെൺകുട്ടികളുടെ ഡോർമിറ്ററികളിലേക്ക് പടികൾ കയറി. ഹാരിക്കും റോണിനും നിഗൂഢമായ നോട്ടങ്ങൾ കൈമാറാൻ സമയം കിട്ടിയില്ല. കൈകളിൽ ഒരു വലിയ പുസ്തകവുമായി അവൾ തിരികെ ഓടി വന്നു. ഇതൊന്നും നോക്കണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയില്ല, അവൾ ആവേശത്തോടെ മന്ത്രിച്ചു. ഇത് ഞാൻ ആഴ്ചകൾക്ക് മുമ്പ് ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ്. ലഘുവായനക്കായി. ലഘുവായനക്കോ? റോൺ അതിശയിച്ചു. പക്ഷെ ഹെർമിയോണി താൻ അത് കണ്ടെത്തുന്നതുവരെ മിണ്ടാതിരിക്കാൻ അവനോട് പറഞ്ഞു. എന്നിട്ട് സ്വയം പിറുപിറുത്തുകൊണ്ട് പേജുകൾ അലസമായി മറിക്കാൻ തുടങ്ങി. ഒടുവിൽ അവൾ അന്വേഷിച്ചു കൊണ്ടിരുന്നത് കണ്ടെത്തി. എനിക്കതറിയാമായിരുന്നു. ഇനി സംസാരിക്കാൻ അനുവാദമുണ്ടോ? റോൺ ദേഷ്യത്തോടെ ചോദിച്ചു. ഹെർമിയോണി അവനെ അവഗണിച്ചു. നിക്കോളാസ് ഫ്ലമേൽ, അവൾ നാടകീയമായി മന്ത്രിച്ചു. ഫിലോസഫർ സ്റ്റോണിന്റെ ഒരേയൊരു അറിയപ്പെടുന്ന നിർമ്മാതാവ്. പക്ഷേ ഇതവൾ പ്രതീക്ഷിച്ചത്ര ഫലമുണ്ടാക്കിയില്ല. എന്തിന് നിർമ്മാതാവ്? ഹാരിയും റോണും ഒരുമിച്ച് ചോദിച്ചു. ഓ, സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നും വായിക്കാറില്ലേ? നോക്ക്,
ഇത് വായിക്ക്, ഇതാ. അവൾ പുസ്തകം അവരുടെ നേരെ നീട്ടി. ഹാരിയും റോണും വായിച്ചു. ആൽക്കമിയിലെ പുരാതന പഠനം അത്ഭുതകരമായ ശക്തികളുള്ള ഒരു ഐതിഹാസിക വസ്തുവായ ഫിലോസഫേഴ്സ് സ്റ്റോൺ നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ്. ഈ കല്ല് ഏത് ലോഹത്തെയും ശുദ്ധമായ സ്വർണമാക്കി മാറ്റും. ഇത് മരണമില്ലാതാക്കുന്ന ജീവാമൃതം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. നൂറ്റാണ്ടുകളായി ഫിലോസഫേഴ്സ് സ്റ്റോണിനെ കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള ഒരേ ഒരു കല്ല് പ്രശസ്ത ആൽക്കമിസ്റ്റും ഓപ്പറ പ്രേമിയുമായ മിസ്റ്റർ നിക്കോളാസ് ഫ്ലമേലിൻ്റെതാണ്. കഴിഞ്ഞ വർഷം തന്റെ 665 ജന്മദിനം ആഘോഷിച്ച മിസ്റ്റർ ഫ്ലമേൽ ഭാര്യ പെർനലിനോടൊപ്പം 658 ഡെവോണിൽ ശാന്തമായ സുഖജീവിതം ആസ്വദിക്കുന്നു. കണ്ടോ? ഹാരിയും റോണും വായിച്ചു കഴിഞ്ഞപ്പോൾ ഹെർമിയനി പറഞ്ഞു. ഫ്ലമേലിന്റെ ഫിലോസഫർ സ്റ്റോൺ ആ നായ കാവൽ നിൽക്കുന്നുണ്ട്. ഡംബിൾഡോറിനോട് അത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ അയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അവർ സുഹൃത്തുക്കളാണ്. പിന്നെ അതിന്റെ പിന്നാലെ ആരോ ഉണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഗ്രിങ്കോട്സിൽ നിന്ന് കല്ല് മാറ്റാൻ അയാൾ തീരുമാനിച്ചത്. സ്വർണമുണ്ടാക്കുന്ന ഒരു കല്ല്, നിങ്ങളെ ഒരിക്കലും മരിക്കാതെ കാക്കുന്ന ഒരു കല്ല്, ഹാരി പറഞ്ഞു. സ്നേപ്പ് അതിന്റെ പിറകെ പോകുന്നതിൽ അതിശയിക്കാനില്ല. ആർക്കും അത് വേണ്ടിവരും. സ്റ്റഡി ഓഫ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ വിസാഡ്രിയിൽ നമുക്ക് ഫ്ലമേലിനെ കണ്ടെത്താൻ കഴിയാത്തതിൽ അതിശയിക്കാനില്ല, റോൺ പറഞ്ഞു. 665 വയസ്സുള്ള ആളാണെങ്കിൽ അയാൾ ഒരിക്കലും റീസെന്റിൽ വരില്ലല്ലോ. പിറ്റേന്ന് രാവിലെ ഡിഫൻസ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ആർട്സിൽ വേവോൾഫ് കടിയേറ്റാൽ ചികിത്സിക്കുന്നതിനുള്ള വ്യത്യസ്ത രീതികൾ പകർത്തി എഴുതുമ്പോൾ ഹാരിയും റോണും ഒരു ഫിലോസഫർ സ്റ്റോൺ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് എന്തു ചെയ്യുമെന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. റോൺ സ്വന്തമായി ഒരു ക്വിഡിച്ച് ടീം വാങ്ങുമെന്ന് പറഞ്ഞപ്പോഴാണ് സ്നേപ്പിനെയും വരാനിരിക്കുന്ന മത്സരത്തെയും കുറിച്ച് ഹാരിക്ക് ഓർമ്മ വന്നത്. ഞാൻ കളിക്കാൻ പോകുന്നുണ്ട്, അവൻ റോണിനോടും ഹെർമിയോണിയോടും പറഞ്ഞു. ഞാൻ പോയില്ലെങ്കിൽ സ്ലിതറിൻസ് സ്നേപ്പിനെ നേരിടാൻ എനിക്ക് ഭയമാണെന്ന് കരുതും. ജയിച്ച് അവരുടെ മുഖത്തെ പുഞ്ചിരി മായ്ച്ചു കാണിച്ചു കൊടുക്കണം. റോണിനോടും ഹെർമിയോണിയോടും പലതും പറഞ്ഞാലും മത്സരം അടുക്കുംതോറും ഹാരി കൂടുതൽ കൂടുതൽ ഭയപ്പാടിലായി. ടീമിലെ മറ്റുള്ളവരും അത്ര ശാന്തരായിരുന്നില്ല. ഹൗസ് ചാമ്പ്യൻഷിപ്പിൽ സ്ലിതറിനെ മറികടക്കുക എന്ന ആശയം ആവേശകരം തന്നെ. 7 വർഷമായി ആരും അത് ചെയ്തിട്ടില്ല. പക്ഷേ ഇത്രയും പക്ഷപാതപരമായ ഒരു റഫറി ഉണ്ടെങ്കിൽ അവർക്കതിന് സാധിക്കുമോ? ഹാരിയുടെ തോന്നലാണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ അവൻ പോകുന്നിടത്ത് നിന്നെല്ലാം സ്നേപ്പിനെ അവൻ കൂട്ടിമുട്ടി. ചിലപ്പോഴൊക്കെ സ്നേപ്പ് തന്നെ പിന്തുടരുകയാണോ എന്ന് പോലും അവൻ ചിന്തിച്ചു. പോഷൻസ് ക്ലാസ് ആഴ്ചതോറുമുള്ള ഒരുതരം പീഡനമായി മാറുകയായിരുന്നു. ഹാരിയെ സംബന്ധിച്ച് സ്നേപ്പ് ഭീകരനായിരുന്നു. അവർ ഫിലോസഫർ സ്റ്റോണിനെ കുറിച്ച് കണ്ടെത്തിയെന്ന് സ്നേപ്പ് മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ? പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് ക്വിഡിച്ചിന്റെ വസ്ത്രം മാറുന്ന മുറിക്ക് പുറത്ത് അവർ ഹാരിക്ക് ആശംസകൾ നേർന്നപ്പോൾ റോണും ഹെർമിയോണിയും തന്നെ വീണ്ടും ജീവനോടെ കാണുമോ എന്ന് ചിന്തിച്ചിരിക്കുകയാണെന്ന് ഹാരിക്ക് അറിയാമായിരുന്നു. ഇതൊട്ടും ആശ്വാസകരമായ ഒന്നല്ല. ക്വിഡിച്ച് വസ്ത്രങ്ങൾ ധരിച്ച് നിംബസ് 2000 എടുത്തതിന് ശേഷമുള്ള വുഡിന്റെ ആവേശകരമായ സംസാരം ഹാരി കേട്ടതേയില്ല. അതേസമയം റോണും ഹെർമിയോണിയും നെവിലിന്റെ അടുത്തുള്ള സ്റ്റാൻഡുകളിൽ ഒരു സ്ഥലം കണ്ടെത്തിയിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഇത്ര വിഷമത്തിലെന്നും ഇരുവരും എന്തിനാണ് മത്സരത്തിനായി വാൻഡുകൾ കൊണ്ടുവന്നതെന്നും നെവിലിന് മനസ്സിലായില്ല. റോണും ഹെർമിയോണിയും രഹസ്യമായി ലെഗ്ലോക്കർ കേഴ്സ് പരിശീലിച്ചിരുന്നതായി ഹാരിക്ക് അറിയില്ലായിരുന്നു. മാൽഫോയിൽ നിന്നാണ് അവർക്ക് ഈ ആശയം ലഭിച്ചത്. ഹാരിയെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ഏതെങ്കിലും ലക്ഷണം കാണിച്ചാൽ സ്നേപ്പിനെതിരെ അത് ഉപയോഗിക്കാൻ അവർ തയ്യാറായിരുന്നു. ഇനി മറക്കരുത്, ലോക്കോമോട്ടീവ് മോട്ടിസ്, ഹെർമിയോണി പിറുപിറുത്തു. എനിക്കറിയാം, റോൺ പറഞ്ഞുകൊണ്ടേയിരിക്കണ്ട. വസ്ത്രം മാറുന്ന മുറിയിൽ വുഡ് ഹാരിയെ മാറ്റി നിർത്തി. പോട്ട, നിന്നെ സമ്മർദ്ദത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ന് നമുക്ക് സ്നിച്ചിനെ എത്രയും നേരത്തെ പിടിക്കണം. സ്നേപ്പിന് ഹഫുൽ പഫിനെ കൂടുതൽ അനുകൂലിക്കാൻ കഴിയുന്നതിന് മുമ്പ് കളി പൂർത്തിയാക്കണം. സ്കൂൾ മുഴുവനുണ്ട്, ഫ്രെഡ് വീസ്ലി വാതിലിന് പുറത്തേക്ക് നോക്കി പറഞ്ഞു. ബ്ലൈമി, ഡംബിൾഡോർ വന്നിരിക്കുന്നു.
ഹാരിയുടെ ഹൃദയം ഞെട്ടിത്തരിച്ചു. ഡംബിൾഡോർ? അവൻ ആവർത്തിച്ചു. ഉറപ്പാക്കാൻ വാതിലിനടുത്തേക്ക് ഓടി. ഫ്രെഡ് പറഞ്ഞത് ശരിയാണ്. ആ വെള്ളിത്താടി കണ്ടാൽ സംശയിക്കാനില്ല. ഇനി ഹാരിക്ക് ആശ്വാസത്തോടെ ഉറക്കെ ചിരിക്കാം. അവൻ സുരക്ഷിതനാണ്. ഡംബിൾഡോർ കാണുന്നുണ്ടെങ്കിൽ സ്നേപ്പ് അവനെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടില്ല. അതുകൊണ്ടായിരിക്കാം ടീമുകൾ പിച്ചിലേക്ക് മാച്ച് ചെയ്യുമ്പോൾ സ്നേപ്പ് വളരെ ദേഷ്യത്തിലായിരുന്നു. റോണും അത് ശ്രദ്ധിച്ചു. സ്നേപ്പ് ഇത്രയും ക്രൂരനായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അവൻ ഹെർമിയോണിയോട് പറഞ്ഞു. നോക്ക്, അവർ പുറപ്പെട്ടു. ഔച്ച്! ആരോ റോണിന്റെ തലയുടെ പിന്നിൽ കുത്തി. അത് മാൽഫോയ് ആയിരുന്നു. ഓ സോറി വീസ്ലി, ഞാൻ നിന്നെ കണ്ടില്ല. മാൽഫോയ് ക്രാബിനെയും ഗോയലിനെയും നോക്കി വിശാലമായി പുഞ്ചിരിച്ചു. ഇത്തവണ പോട്ടർ എത്ര നേരം തന്റെ ചൂലിലിരിക്കും? ആരെങ്കിലും പന്തയത്തിനുണ്ടോ? എന്തു പറയുന്നു വീസ്ലി? റോൺ മറുപടി നൽകിയില്ല. ജോർജ് വീസ്ലി ഒരു ബ്ലഡ്ജർ അടിച്ചതിനാൽ സ്നേപ്പ് ഹഫിൾ പഫിന് ഒരു പെനാൽറ്റി അനുവദിച്ചിരുന്നു. എല്ലാ വിരലുകളും മടിയിൽ കൂട്ടിപ്പിടിച്ച് ഹെർമിയോണി സ്നിച്ചിനെ ഒരു പരുന്തിനെ പോലെ തിരയുന്ന ഹാരിയെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഗ്രിഫിൻഡോർ ടീമിലേക്ക് ആളുകളെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നുവെന്ന് എനിക്കറിയാം. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം മാൽഫോയ് ഉറക്കെ പറഞ്ഞു. ഒരു കാരണവുമില്ലാതെ സ്നേപ്പ് ഹഫിൾ പഫിന് മറ്റൊരു പെനാൽറ്റി നൽകി. സഹതാപത്തിന്റെ പുറത്താണ്. നോക്ക്, പോട്ടർ, അവന് മാതാപിതാക്കളില്ല. പിന്നെ വീസ്ലീസ്, അവർക്ക് പണവുമില്ല. നീയും ടീമിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ലോങ് ബോട്ടം, നിനക്ക് ബുദ്ധിയില്ലാത്തതിന്റെ പേരിൽ. നെവിൽ കടും ചുവപ്പായി മാൽഫോയെ നേരിടാൻ സീറ്റിൽ തിരിഞ്ഞിരുന്നു. നിന്നെ പോലെ 12 പേർക്ക് തുല്യനാണ് ഞാൻ മാൽഫോയ്, അവൻ ഇടറി. മാൽഫോയ്, ക്രാബ്, ഗോയൽ എന്നിവർ ഊറിച്ചിരിച്ചു. പക്ഷേ കളിയിൽ നിന്ന് കണ്ണെടുക്കാൻ ധൈര്യപ്പെടാതെ റോൺ അവനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ പറഞ്ഞു കൊടുക്ക് നെവിൽ. ലോങ് ബോട്ടം, തലച്ചോറാണ് സ്വർണമെങ്കിൽ നീ വീസ്ലിയേക്കാൾ ദരിദ്രനാകുമായിരുന്നു, മനസ്സിലായോ? ഹാരിയെ കുറിച്ചുള്ള ഉത്കണ്ഠയിൽ റോണിന്റെ ഞരമ്പുകൾ അപ്പോഴേക്കും വലിഞ്ഞു മുറുകിയിരുന്നു. ഞാൻ നിനക്ക് വാണിംഗ് നൽകുന്നു മാൽഫോയ്, ഒരു വാക്ക് കൂടി നീ. റോൺ! ഹെർമിയോണി പെട്ടെന്ന് വിളിച്ചു. ഹാരി! എന്താ? എവിടെ? ഹാരി പെട്ടെന്ന് ഒരു അത്ഭുതകരമായ ഡൈവിലേക്ക് പോയി. അത് ജനക്കൂട്ടത്തിൽ നിന്ന് ദീർഘശ്വാസവും ആർപ്പുവിളിയും ഉയർത്തി. ഹെർമിയോണി വായിൽ വിരലുകൾ കൂട്ടിപ്പിടിച്ചു നിന്നു. നിന്റെ ഭാഗ്യം വീസ്ലി, പോട്ടർ നിലത്ത് പൈസയോ മറ്റോ കണ്ടെത്തിയിട്ടുണ്ട് തീർച്ച. മാൽഫോയ് പ്രകോപനം തുടർന്നു. റോണിന്റെ സമനില വിട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് മാൽഫോയ് മനസ്സിലാക്കുന്നതിനു മുമ്പ് റോൺ അവന്റെ മുകളിൽ കയറി അവനെ നിലത്തേക്ക് തള്ളിയിടുകയായിരുന്നു. നെവിൽ ആദ്യം മടിച്ചു നിന്നെങ്കിലും പിന്നെ സഹായിക്കാൻ സീറ്റിന്റെ പിന്നിൽ കയറി. കമോൺ ഹാരി! ഹെർമിയോണി അലറി വിളിച്ചുകൊണ്ട് സീറ്റിൽ ചാടിക്കയറി. ഹാരി നേരെ സ്നേപ്പിനടുത്തേക്ക് പാഞ്ഞു വരുന്നത് അവൾ കണ്ടു. മാൽഫോയും റോണും തന്റെ സീറ്റിനടിയിൽ കറങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചതേയില്ല. നെവിലും ക്രാബും ഗോയലും ഉണ്ടാക്കുന്ന വഴക്കുകളും കരച്ചിലുകളും അവൾ കേട്ടതുപോലുമില്ല. മുകളിൽ സ്നേപ്പ് കൃത്യസമയത്ത് തന്റെ ചൂൽ തിരിച്ചു. അപ്പോഴാണ് എന്തോ ഒരു കടും ചുവപ്പ് നിറം ഇഞ്ചകലത്തിൽ അയാളെ കടന്നു പോകുന്നത് കണ്ടത്. അടുത്ത നിമിഷം ഹാരി ഡൈവ് നിർത്തി വിജയാഹ്ലാദത്തോടെ കൈ ഉയർത്തി സ്നിച്ച് കയ്യിൽ പിടിച്ചു. സ്റ്റാൻഡുകളിൽ ആൾക്കൂട്ടം പൊങ്ങി. അതൊരു റെക്കോർഡാകേണ്ടതാണ്. സ്നിച്ച് ഇത്ര പെട്ടെന്ന് പിടിക്കപ്പെട്ടതായി ആരുടെയും ഓർമ്മയിൽ പോലുമില്ല. റോൺ! റോൺ! നീ എവിടെ? കളി കഴിഞ്ഞു. ഹാരി ജയിച്ചു. നമ്മൾ ജയിച്ചു. ഗ്രിഫിൻഡോർ മുന്നിലെത്തി. ഹെർമിയോണി അലറി. തന്റെ സീറ്റിൽ കയറി നൃത്തം ചെയ്തുകൊണ്ട് മുന്നിലുള്ള പാർവതി പട്ടീലിനെ കെട്ടിപ്പിടിച്ചു. ഹാരി തന്റെ ചൂലിൽ നിന്ന് ചാടിയിറങ്ങി. അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ അത് ചെയ്തു. കളി കഴിഞ്ഞു. 5 മിനിറ്റ് പോലും നീണ്ടു നിന്നില്ല. ഗ്രിഫിൻഡോസ് പിച്ചിലേക്ക് ചാടിയിറങ്ങിയതിനു പിന്നാലെ വെളുത്ത മുഖത്തോടെ ചുണ്ട് കൂട്ടിപ്പിടിച്ച് സ്നേപ്പ് സമീപത്ത് ഇറങ്ങുന്നത് അവൻ കണ്ടു.
അപ്പോൾ ഹാരിയുടെ തോളിൽ ഒരു കൈ പതിഞ്ഞു. ഡംബിൾഡോറിന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് ഹാരിയുടെ നോട്ടമുയർന്നു. നന്നായി ചെയ്തു, ഡംബിൾഡോർ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു, ഹാരിക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ. നീ ആ കണ്ണാടിയെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നില്ലെന്ന് കാണുന്നതിൽ തന്നെ സന്തോഷം. തിരക്കിലായിരുന്നു. എക്സലന്റ്. സ്നേപ്പ് നിലത്ത് നീരസത്തോടെ തുപ്പി. കുറച്ചു സമയത്തിന് ശേഷം ഹാരി തന്റെ നിംബസ് 2000 ഷെഡിൽ കൊണ്ടുവെക്കാനായി വസ്ത്രം മാറുന്ന മുറിയിൽ നിന്ന് ഒറ്റയ്ക്കിറങ്ങി. അവന് ഇത്രയും സന്തോഷം തോന്നിയ മറ്റൊരു ദിനം ഓർമ്മയിലില്ല. അഭിമാനിക്കാൻ അവൻ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. ആർക്കും ഇനി താൻ വെറുമൊരു പേരിന്റെ പേരിൽ പ്രശസ്തനായതെന്ന് പറയാൻ കഴിയില്ല. വൈകുന്നേരത്തെ കാറ്റിന് ഇത്രയും സുഗന്ധം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. നനഞ്ഞ പുല്ലിനു മുകളിലൂടെ അവൻ നടന്നു. അവന്റെ മനസ്സിലേക്ക് വീണ്ടും ആ അവസാന മണിക്കൂർ കടന്നു വന്നു. ഗ്രിഫിൻഡോറുകൾ അവനെ തോളിലേറ്റാൻ ഓടി വരുന്നു. ദൂരെ റോണും ഹെർമിയോണിയും തുള്ളിച്ചാടുന്നു. മൂക്കിൽ നിന്ന് രക്തം വന്ന നിലയിലും റോൺ ആഹ്ലാദിക്കുന്നു. ഹാരി ഷെഡിലെത്തിയിരുന്നു. മരവാതിലിൽ ചാരി നിന്ന് ഹോഗ്വാർട്സിനെ അവൻ നോക്കി. അസ്തമയ സൂര്യനിൽ ചുവന്ന ജനാലകൾ തിളങ്ങുന്നു. ഗ്രിഫിൻഡോർ മുന്നിലെത്തി. അവൻ അത് ചെയ്തു. അവൻ സ്നേപ്പിനത് കാണിച്ചു കൊടുത്തു. പിന്നെ സ്നേപ്പിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് കോട്ടയുടെ മുൻവശത്തെ പടികളിറങ്ങി ഒരു മൂടുപടം ധരിച്ച രൂപം പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടത്. ഒളിച്ചുകൊണ്ട് അത് വിലക്കപ്പെട്ട വനത്തിലേക്ക് കഴിയുന്നത്ര വേഗത്തിൽ നടക്കുന്നു. നോക്കി നിൽക്കെ ഹാരിയുടെ വിജയം അവന്റെ മനസ്സിൽ നിന്ന് മങ്ങി. ആ രൂപത്തിന്റെ ഉഴലുന്ന നടത്തം അവൻ തിരിച്ചറിഞ്ഞു. മറ്റെല്ലാവരും അത്താഴത്തിനിരിക്കുമ്പോൾ സ്നേപ്പ് കാട്ടിലേക്ക് ഒളിച്ചു പോകുന്നു. എന്തിനായിരിക്കും? ഹാരി തന്റെ നിംബസ് 2000 കയറി പറന്നുയർന്നു. കാസലിന് മുകളിലൂടെ നിശബ്ദമായി പറക്കുന്നതിനിടയിൽ സ്നേപ്പ് കാട്ടിലേക്ക് ഓടുന്നത് അവൻ കണ്ടു. പിന്നാലെ അവൻ വച്ചുപിടിച്ചു. മരങ്ങൾ വളരെ കട്ടിയുള്ളതിനാൽ സ്നേപ്പ് എവിടേക്കാണ് പോയതെന്ന് അവന് കാണാൻ കഴിഞ്ഞില്ല. അവൻ വട്ടമിട്ട് പറന്നു താഴേക്ക്. മരങ്ങളുടെ മുകളിൽ ശബ്ദങ്ങൾ കേൾക്കുന്നതുവരെ താഴ്ന്നു. ഉയർന്ന ഒരു മരത്തിൽ ഒച്ചയുണ്ടാക്കാതെ അവൻ ഇറങ്ങി. ചൂലിൽ മുറുകെ പിടിച്ചു. ഇലകൾക്കിടയിലൂടെ നോക്കി. താഴെ ഒരു ഇരുണ്ട സ്ഥലത്ത് സ്നേപ്പ് നിന്നു. പക്ഷെ അയാൾ ഒറ്റയ്ക്കല്ലായിരുന്നു. ക്വിറലും അവിടെ ഉണ്ടായിരുന്നു. ഹാരിക്ക് അയാളുടെ മുഖത്തെ ഭാവം മനസ്സിലായില്ല. പക്ഷെ അയാൾ മുമ്പെന്നത്തേക്കാളും മോശമായി വിൽക്കുന്നുണ്ടായിരുന്നു. അവർ പറയുന്നത് മനസ്സിലാക്കാൻ ഹാരി പാടുപെട്ടു. എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് സെവറസ്? ഓ, ഇത് നമ്മൾ സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, സ്നേപ്പ് തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. ഫിലോസഫർ സ്റ്റോണിനെ കുറിച്ച് വിദ്യാർത്ഥികൾ അറിയാൻ പാടില്ലല്ലോ. ഹാരി മുന്നോട്ടാഞ്ഞു. ക്വിറൽ എന്തോ പിറുപിറുക്കുന്നു. സ്നേപ്പ് അയാളെ തടസ്സപ്പെടുത്തി. ഹാഗ്രിഡിന്റെ ആ സാധനത്തെ എങ്ങനെ മറികടക്കണമെന്ന് നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയോ? പക്ഷേ സെവറസ്, ഞാൻ നിങ്ങൾ എന്നെ ശത്രുവാക്കരുത് ക്വിറൽ. സ്നേപ്പ് അയാളുടെ നേരെ ഒരു ചുവട് വെച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്താ പറയുന്നത്? എനിക്കറിയില്ല. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ഒരു മൂങ്ങ ഉച്ചത്തിൽ കരഞ്ഞു. ഹാരി മരത്തിൽ നിന്ന് വീഴാൻ തുടങ്ങി. സ്നേപ്പ് പറയുന്നത് കേൾക്കാൻ അവൻ ഉറച്ചു നിന്നു. നിങ്ങളുടെ ആ ഹോക്കസ് പോക്കസ്, അതും ഞാൻ കാത്തിരിക്കുന്നു. പക്ഷെ ഞാൻ ശരി 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 സ്നേപ്പ് ഇടപെട്ടു. നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അപ്പോഴേക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ കൂറ് എവിടെയാണെന്ന് തീരുമാനിക്കാൻ സമയം കിട്ടും. അയാൾ തന്റെ പുതപ്പ് തലയിൽ വിരിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. ഇപ്പോൾ ഏതാണ്ട് ഇരുട്ടായി. ഹാരി ക്വിറലിനെ നോക്കിയപ്പോൾ കണ്ടത് ഭയന്ന് മരവിച്ച നിലയിലായിരുന്നു. ഹാരി, നീ എവിടെയായിരുന്നു? ഹെർമിയോണി അന്വേഷിച്ചു. നമ്മൾ ജയിച്ചു, നീ ജയിച്ചു, നമ്മൾ ജയിച്ചു എന്ന് റോൺ ഹാരിയെ പ്രശംസിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ മാൽഫോയുടെ കണ്ണിടിച്ച് കലക്കി. നെവിൽ ഒറ്റയ്ക്ക് ക്രാബിനെയും ഗോയലിനെയും നേരിട്ടു. അവന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. പക്ഷെ മാഡം പോംഫ്രി പറയുന്നത് കുഴപ്പമില്ലെന്നാണ്. എല്ലാവരും കോമൺ റൂമിൽ നിനക്കായി കാത്തിരിക്കുന്നു.
ഞങ്ങൾ ഒരു പാർട്ടി നടത്തുകയാണ്. ഫ്രെഡും ജോർജും അടുക്കളയിൽ നിന്ന് കുറച്ച് കേക്കും മറ്റും മോഷ്ടിച്ചു. അതൊക്കെ വിട്, ഹാരി ശ്വാസം വിടാതെ പറഞ്ഞു. നമുക്കൊരു ഒഴിഞ്ഞ മുറി കണ്ടെത്താം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പീവ്സ് അകത്തില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവൻ വാതിലടച്ചത്. പിന്നെ താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ശരിയാണ്. അത് ഫിലോസഫർ സ്റ്റോണാണ്. അത് നേടാൻ സഹായിക്കാൻ സ്നേപ്പ് ക്വിറലിനെ നിർബന്ധിക്കുകയാണ്. ഫ്ലഫിയെ എങ്ങനെ മറികടക്കണമെന്ന് അറിയാമോ എന്നയാൾ ചോദിച്ചു. ക്വിറലിന്റെ ഹോക്കസ് പോക്കസിനെ കുറിച്ച് അയാൾ എന്തോ പറഞ്ഞു. ഫ്ലഫിയെ കൂടാതെ കല്ലിന് കാവൽ നിൽക്കുന്ന മറ്റു കാര്യങ്ങളും കൂടിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ധാരാളം മന്ത്രവാദങ്ങൾ പോലുള്ളത്. ഒരു പക്ഷേ ക്വിറൽ ചില ആന്റി ഡാർക്ക് ആർട്സ് സ്പെൽ ചെയ്തിട്ടുണ്ടാകും. അതും സ്നേപ്പിന് മറികടക്കേണ്ടതുണ്ട്. അപ്പോൾ ക്വിറൽ സ്നേപ്പിനെതിരെ നിൽക്കുന്നിടത്തോളം കാലമേ ആ കല്ലിന് സുരക്ഷിതത്വം ഉണ്ടാകൂ എന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഹെർമിയോണി പരിഭ്രാന്തയായി ചോദിച്ചു. അപ്പോൾ അത് അടുത്ത ചൊവ്വാഴ്ച പോകും, റോൺ പറഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായി നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഇന്ന് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വിഷ്വൽസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയാണോ ഇഷ്ടം, അല്ല നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണോ ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണേ. അപ്പോൾ വീണ്ടും വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.